കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അഖിലിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതെ ചേച്ചി, പറയാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നമുണ്ട് അവന്. അഖിലിന്റെ പ്രശ്നോ? അതും പറയാൻ പറ്റാത്ത പ്രശ്നോ? എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും എന്റെ അടുത്ത് പറയേണ്ടതാണല്ലോ. ചേച്ചിയോട് പോലും പറയുന്നില്ലെങ്കിൽ പിന്നെ അവൻ ആരോടാ പറയാ? എന്നോട് പറയും. എടാ കൊച്ചുമോനെ, കാർത്തികേ കഥക് തുറക്ക്. എടാ കൊച്ചുമോനെ, കാർത്തികേ കഥക് തുറക്ക്. ഞാനാ കാർത്തികേ, ഞാനാടി നിന്റെ ആന്റി. കഥക് തുറക്ക് മോളെ. കഥക് ലോക്ക് ചെയ്തിട്ട് രണ്ടും കൂടി ഉള്ളിൽ എന്ത് ചെയ്യാ? അഖിലിന് ഇത്ര വലിയ എന്ത് പ്രശ്നം? ചേച്ചി, ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നെന്ന് തോന്നുന്നുണ്ട്. അതെ ഏട്ടാ, കോഫി എടുക്കട്ടെ? ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞാനൊന്നും ചോദിക്കാൻ വേണ്ടിട്ടല്ല കോഫി എടുക്കാന്ന് പറഞ്ഞേ. ഞാനും പറയാൻ വേണ്ടിയല്ലേ ഇത് പറഞ്ഞത്. ഭാവനെ, പൂജയ്ക്ക് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാങ്ങിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോ. പിന്നെ നോക്കാതൊക്കെ ഇപ്പൊ തന്നെ നോക്ക്, അല്ലാതെ നാളെ ഇതില്ല അതില്ല എന്നൊന്നും പറയരുത്. വീട്ടിൽ വന്ന് കയറിയോണ്ട് എന്തിനാ ബഹളം വെക്കുന്നത്? ഞാൻ ബഹളം വെച്ചെന്നോ? ഭർത്താവ് വീട്ടിൽ വന്ന ഉടനെ കയ്യിലുള്ളത് വാങ്ങണമെന്ന് അറിയില്ലേ? പിന്നെ വലിയ ആഞ്ജനേയ സ്വാമിയല്ലേ, സഞ്ജീവനി മല കയ്യിലെടുത്തോണ്ടല്ലേ വന്ന് നിൽക്കുന്നത്. അതുടനെ താഴെ വെക്കണമായിരിക്കും. ബഹളം ഉണ്ടാക്കണ്ട. അഖില വന്നായിരുന്നോ? അവന്റെ കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച അവൻ നേരത്തെ എത്തി. അവൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്തു പറ്റി? എന്തോ എനിക്കെങ്ങനെ അറിയാം? ഓഫീസിൽ നിന്നല്ല അവൻ വീട്ടിലേക്ക് വന്നത്. ഓഫീസിൽ അവൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പൂവൊക്കെ വാങ്ങാനുണ്ട്, വാടാന്ന് വിളിച്ചിട്ടും അവൻ വന്നില്ലെന്നേ. അഭിയായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ? ഇല്ലെന്നേ. അവനേതൊരു കോള് വന്നു, ഫോണില് ദേഷ്യത്തിൽ സംസാരിച്ചു. അവൻ വല്ലാതെ ബഹളം വെച്ചു, ഒരുപാട് ദേഷ്യപ്പെട്ടു. ആരായിരുന്നു? കാർത്തികയാണെന്ന് തോന്നുന്നു. രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ? ഇപ്പോ ഏട്ടൻ എന്നോട് വഴക്കിന് വരുവാണോ? എന്തിനാ? ഓഫീസിൽ നിന്ന് വന്നിട്ട് ഈ ഷർട്ടോട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ. അബിയെ കണ്ട് പഠിക്കാൻ നോക്ക്. വീട്ടിൽ വന്ന ഉടനെ ഫ്രഷ് ആവാൻ പോയതുണ്ടോ? പക്ഷെ ഏട്ടനാണെങ്കിലോ? ഓ, എനിക്കും ഫ്രഷ് ആവാനൊക്കെ അറിയാം. അഖിലും കാർത്തികയും തമ്മിൽ ഫോൺ വഴി എന്തെങ്കിലും വഴക്കുണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും അവൻ ടെൻഷനോടെ വീട്ടിലേക്ക് വന്നത്. എന്തിനായിരിക്കും രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കിയേ? അതാ ഞാനും ആലോചിക്കുന്ന വച്ചു. നമുക്ക് അഖിലിനെ വിളിച്ച് ചോദിച്ചാലോ? അല്ലെങ്കിൽ കാർത്തികയോട് ചോദിക്കാം. അവർക്കിടയിലെ വഴക്ക് നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. എന്താന്നിപ്പോ എങ്ങനെ അറിയാനാ? അയ്യോ, മറന്നുപോയി ചേച്ചി. ഏട്ടൻ എന്തെങ്കിലും വേണോ എന്തോ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. അഖിലും കാർത്തികയും തമ്മിൽ എന്ത് കാര്യത്തിനായിരിക്കും വഴക്കിട്ടത്? കൊച്ചുമോനെ കഥക് തുറന്നേടാ. കാർത്തികേ കഥക് തുറന്നേ. അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കാം. ഡോറ് തുറന്നില്ലെങ്കിൽ ഇവര് ചത്തുപോകുന്ന തോന്നുന്നേ. ഒന്ന് പോയി പണ്ടാരം അടങ്ങും. പോയി തുറക്കും. എന്താ സംഭവിച്ചെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കാർത്തികേ, അയ്യോ എന്താടി ഇത്? വീണ്ടും കഥ കടച്ച എന്തിനാ?
നിങ്ങൾ രണ്ട് അകത്ത് എന്തെടുക്കുക? ആ? സന്തോഷം താങ്ങാൻ വയ്യാതെ ഡാൻസ് ചെയ്തോണ്ടിരിക്കാം. എന്തിനാടാ ഇത്ര ദേഷ്യപ്പെടുന്നത്? കുറെ നേരമായിട്ട് ഞാൻ കഥകിനെ തട്ടുകയല്ലായിരുന്നോ? തുറക്കാത്തോണ്ട് പേടിച്ചു പോയതാ. ഇവക്ക് ആവശ്യമില്ലാത്ത ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോ ഈ പേടിയൊക്കെ അവിടെ പോയി. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തടാ? ഇവര് ചോദിച്ചിന് മറുപടി പറഞ്ഞു കൊടുക്കും. നിങ്ങൾ രണ്ടാളും ഒറ്റ കെട്ടല്ലേ, എപ്പോഴും കാത് കടിച്ചോണ്ടല്ലേ നിക്കുന്നേ. ഇപ്പൊ എന്താണ് മിണ്ടാത്തെ? പറയടി അങ്ങോട്ടും. എന്തു പറ്റി മോളെ? അത് ആന്റി, അത് പിന്നെ എന്താടി? എന്തോ ആന്റിക് പീസ് മ്യൂസിയത്തിനുള്ളിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പോലെ ഒളിക്കുന്ന എന്താണ്? നീ ഫോണിൽ കൂടി എന്റെ അടുത്ത് പറഞ്ഞതും ഇവരോടും കൂടി പറഞ്ഞു കൊടുക്കും. എന്താ കാര്യം കാർത്തികേ? അത് ആന്റി, അത് എന്താ മോളെ? വേഗം പറ മോളെ. ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാനിപ്പോ ചാകും. ആഹാ, അതിനുള്ള ഭാഗ്യമൊന്നും ഞങ്ങൾക്കില്ല. പറയാൻ പറ്റുന്നില്ല ആന്റി, കാണിച്ചു തരട്ടെ? നീ എന്താ കാണിക്കാൻ പോന്നേ? ഇവളുടെ കലാമികവ് കാണിക്കാൻ പോവാ. കണ്ട് തൃപ്തി അടയും. കലാമികവോ? ആ, നിങ്ങളുടെ ദത്തുപുത്രിയുടെയും അത്ഭുത സാക്ഷ്യങ്ങളാ. എന്താ മോളെ അത്? അങ്ങോട്ട് കാണിക്കടി. എന്താ മോളെ കീറിപ്പോയ സാരി എടുത്ത് കാണിക്കുന്നേ? എലി വല്ലതും കടിച്ചോ? എലിയല്ല, മുള്ളം പന്നി വന്ന് കടിച്ചത്. എന്തിനാണ് ദേഷ്യപ്പെടുന്നേ? ഇപ്പൊ എന്തിനാ ഈ സാരി കാണിച്ചു തരുന്നേ? ഇത് അമ്മയുടെ സാരിയാണ് ആന്റി. ഓ, അമ്മയുടെ സാരിയാണോ? ഇപ്പൊ തന്നെ വടിയാവുന്ന തോന്നുന്നു. പോയെന്ന് തോന്നുന്നു. പോയൊന്ന് വെള്ളം എടുത്തോണ്ട് വാടി. ഇളയമേ, 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 കൊണ്ടുവാ 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 കൊണ്ടുവാ. ഡോർ ലോക്ക് ചെയ്യോ. ഇളയമേ, ഇളയമേ, ഇതാ കുടിക്കോ. അമ്മ, അമ്മ. എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഇത്രയും ഭംഗിയുള്ള സാരിയിൽ ഓട്ടയിട്ട് വെച്ചിരിക്കുന്നേ. വേണോന്ന് വെച്ച് ചെയ്തതല്ല ആന്റി, ഡിസൈൻ ചെയ്ത സമയത്ത് കീറിപ്പോയി. അമ്മ, ഇതെങ്ങാനും നിന്റെ അമ്മായി അറിഞ്ഞ നിന്നെ എന്നെ വെട്ടി നരകത്തിലേക്ക് അയക്കും. അമ്മേ, അതുകൊണ്ടാ ടെൻഷനായിട്ട് ഇരിക്കുന്ന ആന്റി. ഇനി ടെൻഷനായിട്ട് എന്ത് പ്രയോജനം? ഇത് നേരത്തെ ആലോചിക്കണായിരുന്നു. അപ്പോഴേ ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞത്. എടുത്ത് ചാടി സാരി കേടായപ്പോ സമാധാനായോ? ഇവള് മാത്രമൊന്നുമല്ല, നിങ്ങൾ രണ്ടും കൂടി ചേർന്ന അമ്മയുടെ സാരി ഇങ്ങനെ കുളമാക്കിയത്. ഞാൻ എന്ത് ചെയ്തടാ? ഉണ്ണി പറഞ്ഞു തന്ന ഐഡിയ നീയല്ലേ കാർത്തിയോട് പറഞ്ഞത്? ഒറ്റൊരെണ്ണം തന്നാലുണ്ടല്ലോ. ഇവളെ എൻകറേജ് ചെയ്തത് ഇളയമേലെ. ഞാനോ? ഇവളുടെ നിർബന്ധം സഹിക്കാൻ പറ്റത്തോണ്ടാ ഞാൻ സമ്മതിച്ചേ. ആ, നാളെ നിങ്ങൾ രണ്ടുപേരുടെയും ഇടപാട് അമ്മ തീർത്തിരിക്കും. അമ്മേ, ഇവിടുന്ന് ഇറക്കി വിട്ട അവൾ അവളുടെ വീട്ടിലേക്ക് പോകും. ഈ വയസ്സുകാലത്ത് ഞാൻ എവിടെ പോവാനാ? ആ, കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് ചാവുകയല്ലേ. നാളെ നിങ്ങളുടെ കല്യാണം അമ്മ നടത്തും, പിന്നെ അമ്മയുടെ വീട്ടിൽ പൊക്കോ. അല്ലെങ്കിൽ തന്നെ ഇത് അമ്മയുടെ സെന്റിമെന്റൽ സാരിയാ. ഇത് അമ്മയ്ക്ക് അച്ഛൻ കൊടുത്തതാ. ഈ സാരിയെ പറ്റി അമ്മ എപ്പോഴും പറയാറുണ്ട്. ആ സാരിയ നീ എന്തിനാണ് ഇതിൽ കൈവച്ചത്? നിനക്ക് വേറെ ഏതെങ്കിലും സാരി എടുത്ത പോരായിരുന്നോ? എന്തിനാ ഇത് എന്നെ സെലക്ട് ചെയ്തേ? ആന്റിയാണ് പറഞ്ഞത്. ഇവർക്ക് എന്താ ഒരു നഷ്ടം? ചുമ്മാ പറഞ്ഞാ മതിയല്ലോ. നീ ആദ്യം ഇവരുടെ വാക്ക് കേൾക്കാതിരുന്ന മാത്രം മതി, എന്നാലും നീ രക്ഷപ്പെടും. കുരുട്ടു ബുദ്ധിയൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ലടാ. നല്ല ഉപദേശാ കൊടുത്തത്.
എന്നിട്ട് എന്താ ഇപ്പൊ സംഭവിച്ചത്? നല്ലതോ ചീത്തയോ? എന്തോ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി. അടുത്ത് എന്ത് ചെയ്യുന്ന ആലോചിക്കടാ. നാളെ ഇവിടെ യുദ്ധം നടക്കാൻ പോവാ. രണ്ടെണ്ണത്തിനെ അടിച്ച് അമ്മ പുറത്താക്കും. അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോട്ടെ, ഇതുപോലെ വേറൊരു സാരി വാങ്ങിച്ചാലോ? ഞാൻ എന്താ മന്ദബുദ്ധിയാണോ? ഇപ്പൊ ഈ ടൈപ്പ് സാരി ഒന്നും വരാറില്ല. എന്റെ മോമിനോട് പറഞ്ഞ് നല്ലൊരു കോസ്റ്റ്ലി സാരി വാങ്ങി അമ്മയ്ക്ക് കൊടുത്താലോ? ആ സാരി എടുത്ത് എന്റെ മുഖത്തറിയും. അമ്മയുടെ സെന്റിമെന്റ്സ് നീ കാശ് കൊടുത്ത് വാങ്ങാൻ പോവാ? ഇപ്പൊ എന്ത് ചെയ്യും കൊച്ചുമോനെ? പ്ലീസ് അഖിൽ, സേവ് മീ. ആ അത് തന്നെയാണല്ലോ എന്റെ പണി. ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങളും എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. ഏട്ടാ, ദാ കോഫി. ഞാൻ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. താൻ കുടിച്ചായിരുന്നോ? ഇല്ല. എന്നാ ഷെയർ ചെയ്താലോ? അത് തനിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. കുഴപ്പമില്ല, ഏട്ടനിരുന്നോ. ഞാൻ എടുത്തുതരാം. ഇതാ കുടിക്കും. എനിക്ക് സോസല്ല മതി. അത് സാരമില്ല. സോസല്ല കുടിക്കുന്നതാ എന്റെ ശീലം. എന്നാ ഇനി തൊട്ട് ഞാനത് ശീലിക്കട്ടെ. എന്തിന്? തന്റെ ശീലങ്ങള് എനിക്കും കൂടി ശീലമാണല്ലോ. വസു, ഐ എം വെരി സോറി വസുന്ധര. എന്നെ വസു തന്നെ വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. മുഴുവൻ പേരിൽ വിളിച്ച് ബഹുമാനം തരേണ്ട ആവശ്യമൊന്നുമില്ല. ശരി. ആകാശമോർക്കുന്നു മഴയുടെ ഒരു വരി, തൂമഞ്ഞു ചൊല്ലുന്നു തരളമാം മൃദുമൊഴി, പോയ കാലത്തിൻ ഗാനാലാപനം കാതോർത്തുവോ ജാലകം.
ഒരു മിനിറ്റ്. എന്താ ഏട്ടാ? നമുക്ക് ഒരു ചെറിയ ഈവന്റ് വന്നിട്ടുണ്ട്. ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. അതിലെനിക്ക് തന്റെ ഹെൽപ്പ് വേണം. ഏട്ടൻ എന്തിനാ എന്റെ ഹെൽപ്പ് ചോദിക്കുന്നേ? ഏട്ടനെല്ലാം നന്നായിട്ട് ചെയ്യുന്നതല്ലേ. ഇതില് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ മാത്രം എന്താ ഉള്ളത്? ബർത്ത്ഡേ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ബലൂൺസ്, ഫ്ലവേഴ്സ്, കേക്ക്, ചോക്ലേറ്റ്സ്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ബട്ട് ആ കുട്ടിയുടെ പാരന്റ്സ് എന്നോട് പറഞ്ഞു ഒരു ചെറിയ ഇമോഷണൽ ടച്ച് ഉണ്ടാവണമെന്ന്. ആ വിഷയത്തിലാണ് താൻ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഇമോഷണൽ ടച്ചോ? അതെ. പാരന്റ്സ് 2 പേരും എംപ്ലോയീസ് ആണ്. വർഷങ്ങളായിട്ട് അവർക്ക് കുട്ടികളില്ലായിരുന്നു. ഈ കുട്ടി വളരെ ലേറ്റ് ആയിട്ടാണ് ജനിച്ചത്. ഇപ്പൊ അവന് 10 വയസ്സാവാൻ പോവുക. ഈ 10th ബർത്ത്ഡേക്ക് അവന് സർപ്രൈസ് കൊടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് ഏത് വിധത്തിൽ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടാത്തത്. വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല വേറൊരു ലൊക്കേഷനിൽ ആഘോഷിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ അവർക്കത് ആഘോഷിക്കണം. കുട്ടിക്ക് ഒരു ഇമോഷണൽ ടച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അയ്യോ, എന്തിനാ ഏട്ടൻ ഇങ്ങനെ താഴെ ഇറങ്ങിയിരിക്കുന്നേ? ഏയ് അതൊന്നും അവർ അത്രയും പേര് ആ കുട്ടിക്ക് ബർത്ത്ഡേ വിഷസ് പറയുവാണെങ്കിൽ Wow, what a thought, Vasu. Brilliant. Fantastic. Awesome idea. Brilliant. Brilliant ആയിട്ടുണ്ട് വസു. ഒരു രക്ഷയില്ല. Very impressive, very unique. തീർച്ചയായിട്ടും ഇത് ആ കുട്ടിയെ ഇമോഷണലി ടച്ച് ചെയ്തിരിക്കും. തന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്ന ആൾക്കാരെല്ലാം കണ്ട ആ കുട്ടി വളരെ സന്തോഷിക്കും വസു, വളരെ സന്തോഷിക്കും. Thank you so much, Vasu. Thank you so much. Thank you so much, Vasu. നല്ല സൂപ്പർ ഐഡിയ ആണ് താൻ തന്നത്. ഐ റിയലി അപ്രീഷിയേറ്റ് യു. താങ്ക്സ് a lot. ദൂരെ വിജനമൊരു കോണിൽ ഒരു നീർവാതളം പൂത്തപ്പോൾ നീ വസു, സോറി.
സോറി ചേച്ചി ചേച്ചി